നീതിജ്ഞൻ താതാ കാൺക താവക വത്സല സൂനുവിനെ നിൻ പ്രീതിക്കായി ബലിയെ കൈക്കൊള്ളുവാൻ കനിവാകണമേ. എൻ പേർക്കിവനായി മൃതനാമിവനെ കൈക്കൊണ്ടൻ പാപം നീക്കി എൻ കയ്യാലർപ്പിക്കും നീ കാഴ്ച നീ കൈക്കൊള്ളണമേ. നീതിജ്ഞൻ താതാ കാൺക താവക വത്സല സൂനുവിനെ. എന്താ എന്റെ മുണ്ട് ഷർട്ടും തേച്ചിരിപ്പുണ്ടോടി? ബലിയെ കൈക്കൊള്ളാൻ കനിവേകണമേ. എൻ പാപങ്ങൾ കാരണമായി എൻ പാപങ്ങൾ കാരണമായി നിൻ പ്രിയനോ ആണികളേറ്റു. നിൻ കോപത്തെ നീക്കിടുവാൻ വത്സലനേറ്റു പീഡകളെ. രക്ഷയ്ക്കായി സുതനെ തന്ന താതന്നായി തുതിയേകട്ടെ. അപ്പന് എന്തോ ചുമയാ അല്ലേടി? തൊണ്ട കുത്തിയുള്ള ചെമയാ, സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലേ ഈ ചെമ കുഴപ്പമാ. അപ്പനെ വല്ല വൈദ്യന്മാരെ വിളിച്ച് കാണിക്കണം. അതിന് പറഞ്ഞു നാക്ക് കുഴഞ്ഞില്ലയോ? ഓമല്ലൂരെങ്ങാണ്ട് ഒരു കൊച്ചുപാച്ചു വൈദ്യരുണ്ടെന്ന് കുഞ്ഞേർക്കനിച്ചായൻ പറഞ്ഞില്ലയോ? ഒന്നീല് അങ്ങേരെ വിളിച്ചോണ്ട് വന്ന് കാണിക്കണം. അല്ലാതെ ചുമ്മാ നില പറഞ്ഞേച്ചും ദീനം മാറും. ഇന്നാള് കാലായിലെ അന്നക്കൊച്ചമ്മയും പറഞ്ഞായിരുന്നു അങ്ങേരുടെ മരുന്ന് നല്ലയാന്ന്. മരുന്നോ കഷായോ എല്ലാം കഴിക്കണം. അല്ലാതെ നെഞ്ചു തടവിയേച്ചും ഒരു കാര്യമില്ല. ചെമ മാത്രമല്ല, ചെമ കുറയുമ്പോഴ് വല്ലാത്ത ഏക്കവാ. ഏക്കം വന്ന അപ്പച്ചൻ ഉറങ്ങത്തൂല്ല. ഓ, കഷായവും പച്ചമരുന്നൊന്നും ഇതിന് പറ്റത്തില്ലെന്നേ. അപ്പനെ മേപ്പള്ളിക്കുറ്റി ആശുപത്രി കൊണ്ടുപോകണം. ഈ ചെമയ്ക്കൊക്കെ ഇംഗ്ലീഷ് മരുന്നേ പറ്റത്തുള്ളൂ. ഒരു ദിവസം കാറ് പിടിച്ചേം വെച്ച് അപ്പനെ കൊണ്ട് കാണിച്ചേ പറ്റത്തുള്ളൂ. എന്നാ ശരി, ഞാൻ ചെന്നേച്ചും വരാം. അപ്പച്ചാ, ഓ അന്റെ പുത്തൻ ഉടുപ്പാ രാജാൻ കൊണ്ടുവന്ന. ഇതുപോലെ ഒന്നുകൂടെ ഉണ്ട് ചമന്ന നിറത്തില്. ആണ്ട കണ്ടോ, ഇടി ഒറ്റ ദിവസം കൊണ്ട് ചൗണ്ടാക്കിയില്ലയോ? അതുകൊണ്ട് ഊരി വെച്ചേ. മക്കള് ചെന്ന് കാലും കൈയും കഴുകിച്ചു വാ. അമ്മച്ചി ശർക്കര പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പാ, അപ്പന് വയ്യ പിന്നെ പുറത്തിറങ്ങിയിരിക്കുന്ന എന്തോയിനാ. ഉച്ച തിരിഞ്ഞാ പടിഞ്ഞാറെ ചെരുവിന്ന് കരക്കാറ്റടിക്കും. അപ്പനാന്നേ അത് പണ്ടേ പിടിക്കത്തൂല്ല. പിന്നെ എന്തോയിനാപ്പാ? എന്താവാടാ പറഞ്ഞേ? ചെരിവനത്തെ വീട്ടിൽ അടി നടന്നെന്നോ? അപ്പന് സുഖമില്ലാതിരിക്കുവല്ലയോ, അകത്ത് കയറി കടന്നൂടായോന്ന് ചോദിച്ചാ. ഞാൻ പറഞ്ഞത് അപ്പം കേട്ടില്ലയോ? പെണ്ണേ, ചെറുക്കൻ എന്തിയടി? രാജമ്മ ഉറങ്ങുവാ അപ്പച്ച. ഉണ്ടേച്ചും കയറി കിടന്നയാ. ഉറങ്ങട്ടെ. ഒത്തിരി വഴിയാത്ര ചെയ്തല്ലയോ, ക്ഷീണം കാണും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടോ അപ്പാ. പള്ളി പോണം. മെത്രാനച്ഛനെ കാണാൻ ചെല്ലണമെന്നും പറഞ്ഞ് കാറയച്ചേക്കുവാ. അച്ഛനുമായിട്ട് വേണം അരമനെ പോവാനെ കൊണ്ട്. എന്താവാ? മെത്രാൻ തിരുമേനി കാറയച്ചെന്നോ?
ആന്നു പെരുന്നാളിന് കുർബാന ചൊല്ലുന്നേ പുത്തൻപിള്ളി പെരയിലായിരിക്കത്തില്ലയോ? അതിനേതാണ്ട് തിരുമേനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ. എന്നാ പിന്നെ നിന്ന് നേരം കളയാതെ ചെല്ല്. ശരിയപ്പ. പള്ളിപ്പുര പുതുക്കി ഒന്ന് കാണണമെന്നുണ്ട്. അവിടം വരെയും വടിയും കുത്തി നടക്കുന്ന കാര്യം ഓർക്കുമ്പോഴാ. ആ ഒടുക്കം അങ്ങോട്ട് തന്നെ അല്ലയോ പോന്നേ? അല്ലയോ പെണ്ണേ? അപ്പച്ചന് ദിവസം ഒരു നേരം ഇത് പറഞ്ഞില്ലേ ഇപ്പൊ ഉറക്കം വരത്തില്ലയോ? എന്താ വാപ്പച്ച ഇത്? ഒരിക്കൽ കൊളുത്തിയ ദീപം എണ്ണ പറ്റി അണയുമെന്ന കത്തുമ്പഴ് നല്ല വെളിച്ചമാ. അതിന്റെ വെളിച്ചത്തിൽ കണ്ണ് കണ്ട് നടക്കാം. കെട്ടാലോ കരിയും പുകയായിരിക്കും. ഇരുട്ട് മാത്രമാവും. ഇരുട്ടിയിരുന്ന് ചിരിച്ച ആരേലും കാണുമോടി? പത്താഴപ്പുറത്ത് കത്തിക്കുന്ന വിളക്കണഞ്ഞ പിന്നെയും കൊളുത്താം. അതണഞ്ഞുപോയാ കൊളുത്താമെന്നാ. പക്ഷേ ജീവന്റെ തിരി അണഞ്ഞ നമുക്ക് കൊളുത്താൻ പറ്റുമോ? അതെ, സർവശക്തൻ കെടുത്തുന്നയാ. സകലതിനെയും ഇരുട്ടിലാക്കാൻ വേണ്ടി കർത്താവ് ഊതിക്കെടുത്തുന്നയാ അത്. അപ്പച്ചന് ഉറക്കം വരുന്നോ? ഇന്ന് കാലത്തെ എഴീച്ചല്ലയോ? ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിക്കൊണ്ടാട്ടെ. വാ, വന്ന് കിടന്നാട്ടെ. പതുക്കെ. പെണ്ണേ, ആ പുസ്തകം എന്തി? തലയ്ക്ക് വെച്ചിരുന്ന അല്ലയോ ഞാനത്? ഇവിടെ വെച്ചാ ഒരു വകയും കാണത്തില്ല. പുസ്തകം മേശപ്പുറത്തല്ലയോ വെച്ചേ അപ്പച്ച? ആണ്ടെ അതവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പച്ചന് പുസ്തകം വായിക്കണോ? കന്യകയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു. അവൾ നിന്റെ പിന്നിൽ തലയാട്ടുന്നു. നീ ആരെയാണ് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവ്വം ദൃഷ്ടികൾ ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരെ. ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണ്. നീ അത് കേട്ടിട്ടില്ലേ? പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കുന്നു. സുരക്ഷിത നഗരങ്ങളെ നീ നാശകൂമ്പാരമാക്കുമെന്നും അവയിലെ നിവാസികളുടെ ശക്തി അറ്റുപോവുകയും അവർ പരിഭ്രാന്തരായി വയലിലെ ചെടികൾക്കും ഇളം പുല്ലുകൾക്കും വളരുന്നതിന് മുന്നേ കരിഞ്ഞു പോകുന്ന പുരപ്പുറത്തെ തൃണങ്ങൾക്കും തുല്യരാകുമെന്നും ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ്. ഇന്നത് ഞാൻ പ്രാവർത്തികമാക്കുന്നു. ഇതാണ് നിനക്കുള്ള അടയാളം. താനേ മുളയ്ക്കുന്നവയിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും. 2-ാം വർഷവും അങ്ങനെ തന്നെ. 3-ാം വർഷം നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും
അതിന്റെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും. യുധാഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ വേരോടിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങൾ പോലെ വളരുകയും ചെയ്യും. എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരവശിഷ്ട ഭാഗവും സിയോൺ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗിണവും പുറപ്പെടും. കർത്താവിന്റെ തീക്ഷ്ണത അത് നിർവഹിക്കും. ഞാനവിടെ നല്ല ഉറക്കവാ. ഉറങ്ങട്ടെന്ന് അല്ല, എഴുതിച്ചിരുന്ന എന്തോ ചെയ്യാനാ. മാത്രമല്ല ഉറങ്ങിയ ഇച്ചിരി ആശ്വാസം കിട്ടുകയും ചെയ്യും. എന്തവാ ദീനായേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദീനായ പക്ഷെ കാണാൻ കിട്ടത്തില്ലല്ലോ. ദീന എല്ലാം കൂടെ സഹിക്കുന്ന ഓർക്കുമ്പോ മനസ്സ് പെടയുക. എനിക്ക് അന്നേ ദീനായ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയുക, ഞാൻ പറയുന്നേ മനസ്സിരുത്തി കേക്കണം. കൊച്ചമ്മോ, 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 ആ കൊച്ചമ്മ ഇവിടെ ഉറക്കമായിരുന്നു അല്ലയോ? യാത്ര ചെയ്താ വല്ലാത്ത ക്ഷീണമാ. തീവണ്ടിക്കകത്ത് ഉറക്കം ശരിയാവത്തില്ലെന്നേ. ആന്ന് അറിയണോ? അത് ആട്ടി കളത്തിയുള്ള പോക്കല്ലയോ, പിന്നെ എങ്ങനെയാ മനുഷ്യൻ ഉറങ്ങുന്നേ? അല്ലേലും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മുന്നിക്ക് നോക്കിക്കൊണ്ടുള്ള ഇരിപ്പ് അതിനേക്കായി കഷ്ടമാ. കൊച്ചിക്ക് പോകാനെ കൊണ്ട് ഒരിക്കലേ വണ്ടി കയറിയിട്ടുള്ളൂ. അന്നേ കൊണ്ട് ഗുണം മനസ്സിലായതാ. നമ്മക്ക് പിടിക്കത്തില്ലെന്നേ. കൊച്ചമ്മോ, കൊച്ചമ്മോ, ദീന കൊച്ചമ്മയാന്നോ? ആ, ഇതിനകത്തോട്ട് കുഞ്ഞാനാപ്പിളക്ക് വേദപുസ്തകം വായിച്ചു കൊടുക്കുക. ഉറങ്ങണേ അതൊരു പതിവാ. എന്നാ ഇച്ചിരി വേദം കേട്ടേക്കാമെന്ന് ഞാനും വിചാരിച്ച്. വലിയ വലിയ കാര്യങ്ങളല്ലയോ പറയുന്നേ. കുഞ്ഞിന്റെ വല്യപ്പച്ചനാന്ന് വേദത്തിലെ കഥയല്ലയോ പറഞ്ഞിരുന്നേ. കുഞ്ഞാനാപ്പിളയുടെ ജ്ഞാനാപാരമാ. എനിക്കന്ന് ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തില്ലോ. നമ്മള് നല്ലപ്പോ അല്ലയോ കാണുന്നേ. അതാ എന്ന് വെച്ചാ മനുഷ്യന് ഇച്ചിരി അറിവില്ലേ ജീവിച്ചു എന്തോ ചെയ്യാനാ. അറിവില്ല ഞാൻ മനുഷ്യനും പശു പക്ഷി മൃഗാദികളായ മറ്റു ജീവികളും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ പറഞ്ഞ എന്തുവാണ് കുഞ്ഞിന് മനസ്സിലായോ? രാജമോൻ ഇവിടെ ഇരുന്നാട്ടെ, ഞാൻ ഇച്ചിരി കാപ്പി എടുത്തോണ്ട് വരാം. അല്ല കൊച്ചമ്മോ, നമ്മുടെ കീച്ചേരിത്തറ കുളത്തി ഇപ്പോഴും വെള്ളമുണ്ടോ? കുളത്തി മുങ്ങി കുളിച്ചേച്ചും കാലം എത്ര ആയെന്നാ? കീച്ചേരിത്തറ ഇപ്പോഴാരും കുളിക്കാൻ പോത്തില്ല. നിറച്ചും ചെളിയും ചേറുവാന്ന് പറയുന്നു. അത് വറ്റിച്ചേച്ചും കോരിയച്ചും കാലം കൊറേ ആയിന്ന്. കുളിക്കാനാന്ന് കുഞ്ഞെ ചെറുപര അപ്പുറത്തെ കുളവാ നല്ലത്. നോക്കിയാ നില കാണാം. അത്രയ്ക്ക് കൊണ്ട് തെളിഞ്ഞ വെള്ളവാ. ഉള്ളത് പറയുക, ഒന്ന് മുങ്ങി നിവർന്ന മേറ്റ് ഒന്ന് കൂട്ടി പിടിക്കുന്ന എന്റെ കൂട്ടല്ലയോ.
എന്തോ ഒരു കുളിരാണ് ആ വെള്ളത്തിന്. അല്ല, ശരിക്കും നാടെവിടാന്നാ പറഞ്ഞേ? പഴയകുളത്ത് രാമേശ്വര മാമന്റെ ശേഖരത്തിലുള്ളാന്നോ? അതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട് കുഞ്ഞേ. നാടിച്ചിരി കിഴക്ക എന്ന് വെച്ചാൽ വളർന്ന അവിടെയല്ല, തിരുവമ്പണ്ടൂരിന് അപ്പുറത്ത്. കുഞ്ഞിനെ പറഞ്ഞാൽ അറിയാമോന്ന് അറിയത്തില്ല. പെരുമന ഇല്ലത്തിനടുത്ത് പാട്ടത്തെ ചാത്തുണ്ടി കുറിപ്പ് എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പാട്ടത്തെ വീട്ടിലാ വളർന്ന. അത് പറഞ്ഞില്ലല്ലയോ? ഇല്ല. ഈ പാട്ടത്തെ ചാത്തുണ്ണിക്കുറിപ്പ് എന്ന് പറയുന്നേ എന്റെ നേരെ അമ്മാവനാ. സ്വന്തമായിട്ട് കഥകളി യോഗമൊക്കെ ഉണ്ടായിരുന്ന വലിയ പ്രമാണിയായിരുന്നു. പറഞ്ഞിട്ടെന്തോ വേണമെന്നാ, നമ്മക്ക് എന്തോ നാടും വീടുവാ, വീണേടം വിഷ്ണു ലോകം. കുഞ്ഞിപ്പോ വിചാരിക്കുന്ന ഈ കുറുപ്പച്ചൻ എങ്ങനെ തിരുവമ്പണ്ടൂരിന്ന് പനച്ചമുട്ടി എത്തിയെന്നായിരിക്കും. അതെന്നല്ലയോ? അത് പറയാം. നമ്മുടെ നാറാമൂഴിക്കാരെ ശേഖരനാരെ അറിയത്തില്ലയോ? നമ്മുടെ കൊച്ചികണ്ടത്ത് പടിയിട്ട് താമസിക്കുന്ന അറിയും. ശേഖരനാരുടെ പെങ്ങളെയാ ഞാൻ സംഭരണം ചെയ്ത്. അങ്ങനെ പനച്ചമുട്ടി വന്ന വിധി വയ്ക്കുന്ന കെണി മനുഷ്യൻ വീണല്ലേ പറ്റത്തുള്ളൂ. ആരറിയുന്നു? ആ ബന്ധം 4-ാം മാസം മുറിഞ്ഞു. ചതിയായിരുന്നു കുഞ്ഞേ. പെണ്ണിന് തലയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. കുടുംബദോഷമാണെന്ന് പറയുന്നു. വീട്ടിലെ കുരിയാലയും കാവും ഒക്കെ നോക്കാതെയും കണ്ട് നശിപ്പിച്ച് കളഞ്ഞില്ലയോ? ഇനി കുളം തോണ്ടി അടിയറത്തുള്ളൂ. അച്ചിട്ടയാ. വല്ല ചാരിയാ ഞാൻ തല വലിച്ചെന്ന് വേണം പറയാൻ. അല്ല, അപ്പൊ കുറുപ്പച്ചൻ പനച്ചമൂട്ടി വന്നേച്ചും ഒരു 4-5 വർഷം ആയി കാണൂല്ലയോ? നേരാ. ഓർത്താ കാലം പോയിട്ട് അറിയത്തില്ല. ശരിക്കും പറഞ്ഞ 5 വർഷവും 2 മാസവും ആവും. കൊച്ചി കണ്ടത്തെ പടിയിട്ട് സമ്മതം മുറിഞ്ഞ കണക്ക് ഞാനിവിടെ നിന്ന് പോവാൻ ഒരുങ്ങിയ അപ്പോഴുണ്ടൊരു പുത്തൻ ബന്ധം വരുന്നു. കിഴക്കേ കവലയിലെ അഞ്ചലുകാരൻ ഗോവിപ്പിള്ളയുടെ മോള്. പാട്ടത്തി കുടുംബവുമായിട്ടൊരു ബന്ധമെന്ന് വെച്ചാ സ്വപ്നത്തിൽ കാണാൻ യോഗമില്ലാത്തയാന്നും പറഞ്ഞാ വന്നേ. എന്തുവാ കുറുപ്പച്ച, പഴയ കഥയാന്നോ? പറഞ്ഞാട്ടെ. രായം കുഞ്ഞു ചോദിച്ചപ്പോ പഴയ കഥ പറഞ്ഞു പോയാ. മോളെ, അല്ലേ നിർത്തിക്കളഞ്ഞോ? പറഞ്ഞാട്ടെന്ന്. എന്നേച്ച് അഞ്ചലുകാരൻ ഗോവിപ്പിള്ളയുടെ മോളെ പോയി കണ്ടോ? പോയി കണ്ടു. വേണ്ട നടക്കുകയും ചെയ്തു. പക്ഷെ ശനിയുടെ ദോഷമായിരുന്നു. വിപരീതമല്ലേ നടക്കത്തുള്ളൂ. അല്ലേ, ജാതക കുഴപ്പം ആർക്കായിരുന്നു? പെണ്ണിനോ കുറുപ്പച്ചനോ? എനിക്ക് അല്ലാതെ ആർക്കാ? അവക്ക് നല്ലതായിരിക്കും നടന്നതല്ല. വല്ലതും പഴിച്ച നമുക്ക് പഴിക്കാനെ കൊണ്ട് വിധിദോഷമല്ലേ ഉള്ളൂ. പെണ്ണിനെ പോയി കണ്ടു. കാഴ്ചയ്ക്ക് നല്ല പെണ്ണ് എന്ന് വെച്ചാൽ വിചാരിച്ചേക്കാളും ചന്ത ഉണ്ടായിരുന്നു. പ്രായത്തിൽ ഇച്ചിരി എളുപ്പമായിരുന്നു. ചക്ക തന്നെ തുന്നിച്ചു നോക്കാം. മനുഷ്യന്റെ ഉള്ളിൽ പറയുന്നത് എങ്ങനെയാ? ആക്കടി പറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. അതെന്തുവാ കുറുപ്പച്ച? അവക്ക് മണിക്കത്തോട് പാലത്തിനടുത്തുള്ള ഒരു പതിയാഞ്ചെറുക്കനുമായിട്ട് ഇടപാടുണ്ടായിരുന്നു. അതിനെക്കൊണ്ടാ ഒരു 2-ാം കെട്ടുകാരൻ്റെ തലയ്ക്ക് വെച്ച പോലും. കെട്ടി താമസം തുടങ്ങിയ ഒരു ദിവസം ബിലായി ഇരുമ്പ് കമ്പനി പണിക്ക് പോയ പതിയാഞ്ചെറുക്കൻ വന്നു. വന്നേ പിന്നെ അവളെ വന്ന് കാണുകയും പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നെന്ന്. ഈ പെണ്ണെന്ന് പറയുന്ന ജാതിയെ വിശ്വസിക്കാൻ കൊള്ളരുത്. കത്തിപ്പടരുന്ന തീക്കൂട്ട. കാണുന്ന കൊമ്പെ പടർന്നു പിടിച്ച് അതേ കൂടി അരിച്ച് തീർത്ത് കളയും. ആണ്ടേ, എല്ലാരും ഇച്ചിരി കാപ്പി കുടിച്ചോണ്ടാട്ടെ. എന്നാ പിന്നെ അളിയനും അളിയനും കൂടെ ഇരുന്നാട്ടെ. കുറുപ്പച്ചന് കൃഷ്ണപുരം വരെ ഒന്ന് പോകണം. കൃഷ്ണപുരത്ത് മുത്താരമ്മയുടെ അമ്പലത്തിന് പടിഞ്ഞാറ് വശത്ത് ഒരു ചെട്ടിയാരുണ്ട്. അവിടെ നിന്നാ എണ്ണ എടുക്കുന്നത്. കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. ആ കണക്കും തീർത്ത് ചരക്ക് കൊടുത്തെങ്കിൽ പോരാ.
ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ വലിയ പുകിലല്ലയോ കുഞ്ഞേ? ഹോ. ആ ഇതേ കൊച്ചമ്മയുടെ കയ്യിലോട്ടൊന്ന് കൊടുത്താട്ടെ കുഞ്ഞെ. കുഞ്ഞാനാപ്പിളയുടെ മരുന്നാ. മരുന്നല്ലേ കുഞ്ഞാനാപ്പിളയ്ക്ക് പറ്റത്തില്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. വലിയ രസികനാ. ഈ കാണുന്നതിന്റെ കൂട്ടല്ല. മുട്ടിന് പാട്ടും നേരം പോക്കും എല്ലാം ഉണ്ട്. കുറുപ്പച്ചനില്ലേ പനച്ചമൂട്ടി മുക്ക് ഉറങ്ങിയ കൂട്ടാന്നാ പറയുന്നേ. ആന്ന് കാണുമ്പോഴേ അറിയാം. ആ എന്നാ പിന്നെ ഇയാള് പോയി മുഞ്ഞ് കഴിയേച്ചും വാ. നമുക്ക് മുക്കിനോട്ടൊന്ന് പോണ്ടായോ?